ഇനിയിപ്പോ ഒരു സിനിമ കഴിഞ്ഞ് അടുത്തൊരു അല്ലെങ്കിൽ സിനിമാ ജീവിതം എന്തായാലും ഈ ഒരു ഫീൽഡിലേക്ക് വന്ന ഒരാൾ ആദ്യ ഒരു സിനിമ എടുത്ത് ഞാൻ പഠിച്ചു കളഞ്ഞിട്ട് വന്നിട്ട് ഇനി എന്തായാലും താങ്കൾ നിർത്തുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഇനി സിനിമ ഫീൽഡിൽ താങ്കൾ മുന്നോട്ട് പോകുന്നു. അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഇനി അടുത്ത സ്റ്റെപ്പ് അല്ലെങ്കിൽ ഓൾറെഡി നിങ്ങളോട് പറയുമ്പോൾ തന്നെ അത് 2 സ്റ്റെപ്പ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഒന്ന് ജിത്തുബായ് എന്ന ചോക്ലേറ്റ് ബൈ. ഈ സിനിമയിൽ 8 ഗാനങ്ങളുണ്ട്. വീണ്ടും 8. അപ്പൊ ഈ 8നോട് എന്തെങ്കിലും പ്രത്യേക ഇഷ്ടം? ഞാൻ ചെറുപ്പത്തിൽ ഈ വേദങ്ങളും ഇതൊക്കെ ഞങ്ങൾക്ക് പഠിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ജ്യോതിഷവും അതുപോലെ സംഗീതശാസ്ത്രവും പഠിച്ചത്. ഞാൻ ജനിച്ചിരിക്കുന്ന 8-ാം തീയതിയാണ്, ഏപ്രിൽ 8-നാണ് ഞാൻ ജനിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ജനിച്ച ദിവസമാണ് നമ്മളുടെ ഒരു ഭാഗ്യ നമ്മളെ നമ്പറായിട്ട് വരാം. അപ്പോൾ 8-ാം തീയതി ജനിച്ചുകൊണ്ട് എന്ത് കാര്യം 8 എന്ന് പറഞ്ഞ് ചെയ്യുകയാണെങ്കിൽ അതൊരു ഹിറ്റാവും എന്നാണ് എൻ്റെ ജാതകത്തിൽ പറയുന്നത്. വളരെ മഹാനായൊരു മനുഷ്യൻ ഞാൻ തന്നെയാണ് എൻ്റെ ജാതകം എഴുതിയത്. അപ്പോൾ ഈ 8-ൽ ചെയ്യുന്നത് ഞാൻ പറഞ്ഞു ബൈ ചാൻസ് ആണ്, പക്ഷെ സംഭവിച്ചല്ല 8ലേക്ക് വന്നു എന്നാണ് സത്യം. നായികമാരുടെ എണ്ണായാലും പാട്ടിൻ്റെ എണ്ണായാലും. അപ്പോൾ ഞാൻ വിചാരിച്ച് പിന്നെ അതിൽ തന്നെ കൺസിസ്റ്റൻ്റ് ആയി പോയിക്കോട്ടെ. പിന്നെ അൾട്ടിമേറ്റായിട്ട് എനിക്ക് പാട്ട് വളരെ ഇഷ്ടമാണ്. പാട്ട് എനിക്ക് വളരെ ഇഷ്ടമാണ്. പിന്നെ പക്ഷേ ഇന്നത്തേക്ക് മലയാള സിനിമയുടെ ട്രെൻഡ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിയുന്ന പാട്ടേ വേണ്ട. കാരണം അതിൻ്റെ ചിത്രീകരിക്കാനുള്ള ബുദ്ധിമുട്ട് വളരെ കഷ്ടപ്പാടാണ്, കോസ്റ്റ്ലിയാണ്. അപ്പം ഞാൻ തന്നെ ആ ഗോകുലനാഥനൊക്കെ ചിത്രീകരിക്കാൻ ഞാൻ മണിയായിട്ടുണ്ട്. അപ്പോൾ പിന്നെ ആളുകൾക്ക് ഇപ്പോൾ പറയാം നിങ്ങൾക്ക് കുറേ കൂടെ നന്നായി ചെയ്തു കൊടുക്കുന്നില്ല പൈസ ഇടുന്നു. നമ്മളിപ്പോൾ നമ്മുടെ ഗാനത്തെ കുറിച്ചുള്ള കൺസെപ്റ്റ് ഒരു പക്ഷേ ഒരുപാട് വിവാദമായിട്ടുണ്ട്. ഏവരും ഇഷ്ടപ്പെട്ട നീലത്താമരയുടെ ഗാനത്തിൽ താങ്കൾ പറഞ്ഞത് ശരിയല്ല, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞു. അതെന്തുകൊണ്ടാണ്? ആ പാട്ടിന് എന്തുകൊണ്ടാണ് താങ്കൾ? പക്ഷേ ഞാനൊരിക്കലും നിങ്ങളത് മുഴുവൻ കണ്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാനത് നീലത്താമരയിലെ ഗാനം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടതാണ്. ഞാനത് എൻ്റെ ഡയലക്ട് ടോൺ വരെ ആക്കിയിട്ടുള്ള സോങ്ങാണ്. ഞാൻ അങ്ങനെയല്ല ഞാനത് പറഞ്ഞിരുന്നത്. എനിക്ക് ആ സോങ് കേൾക്കുമ്പോൾ വേറെ ചില സോങ്സ് ആയിട്ട് ഫീൽ ചെയ്തു എന്ന് മാത്രമാണ്. യഥാർത്ഥത്തിൽ ഞാൻ പറഞ്ഞു ഈ പ്രിയപ്പെട്ട പാട്ടുകളെ പറ്റി പറഞ്ഞാൽ എനിക്കായാലും നിങ്ങൾക്കായാലും കുറേ പാട്ടുകൾ പറയാൻ പറ്റും. ഇഷ്ടമില്ലാത്തത് എനിക്ക് യൂട്യൂബിലെ എൻ്റെ വിമർശകരുടെ സ്വഭാവമല്ലേ, എനിക്ക് ഇഷ്ടപ്പെടാത്തതാണ് ഞാൻ ഓഫ് ചെയ്യലാണ്. അത് ഓർത്തിരിക്കാറില്ല, ഒന്നാമത്തെ കാര്യം. അപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ വല്ല തമിഴോ ഹിന്ദിയൊക്കെ അവതരിപ്പിക്കാൻ വിചാരിച്ചതാണ്. അപ്പോൾ എല്ലാവരും എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു സന്തോഷ് സാറിൻ്റെ സോങ് വരെ ആളുകൾ അപ്രിയം എന്ന് പറയുന്നുണ്ട്. അവന് നിനക്ക് വേറെ ആളുടെ സോങ് അപ്രിയം എന്ന് പറയുന്നതിൽ വിഷമമൊന്നുമില്ല. മാത്രമല്ല ഞാൻ ചോദിക്കുന്നത് ഞാൻ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു പെണ്ണിനെ പെണ്ണ് കാണാൻ പോയി, നമുക്ക് ആ പെണ്ണിനെ ഇഷ്ടപ്പെടുന്നില്ല, ആ സമയം വേറെ ആൾക്ക് ഇഷ്ടപ്പെടുന്നു. നിങ്ങൾ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് ചോദിക്കാൻ പറ്റില്ല. ഇഷ്ടം അനിഷ്ടം എന്ന് പറഞ്ഞാൽ നമ്മുടെ തീർത്തും പേഴ്സണലാണ്. ഒരാൾ താങ്കളോട് പറയുകയാണ് താങ്കൾ ഏപ്രിൽ 8-നാണ് ജനിച്ചത്, 7 ദിവസം വൈകിയാണല്ലോ നിങ്ങൾ ജനിച്ചത് എന്ന് പറഞ്ഞ് കളിയാക്കണമെങ്കിൽ ഏപ്രിൽ 1-ന് ജനിക്കേണ്ടവരായിരുന്നു, ഏപ്രിൽ 4-ന് ജനിക്കേണ്ടവരായിരുന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞല്ലോ. ഭൂമിയിലെ ഏതൊരു വ്യക്തിക്കും അവരുടേതായിട്ടുള്ള അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. ആൾക്ക് എന്തും പറയാം, ഒരു തെറ്റുമില്ല. ഇതൊക്കെ നമ്മൾ അതിനെ എങ്ങനെ എടുക്കുന്നുള്ളൂ. അതിന് ഞാൻ പറഞ്ഞ അൾട്ടിമേറ്റ് പറഞ്ഞു ഒരു കലാകാരൻ്റെ ധർമ്മം എന്താണ്? മറ്റുള്ളവരെ എൻ്റർടൈൻ ചെയ്യിക്കുക എന്നുള്ളതാണ്. അവരെ സന്തോഷമായാലും ദുഃഖമായാലും എന്തായിക്കോട്ടെ അവരെ എൻ്റർടൈൻ ചെയ്യണം. ഞാനൊരു മണിക്കൂർ എന്ത് സാധനം കൊടുത്താലും അത് അവർ എൻ്റർടൈൻ ചെയ്യണം. ദാറ്റ് ഈസ് മറ്റുള്ളവരെ എൻ്റർടൈൻ ചെയ്യിക്കുന്നവരാണ് ഒരു കലാകാരൻ. ആ സെൻസിൽ ഞാനൊരു പക്ക കലാകാരനാണ്. കാരണം ഞാൻ ഇത്രയും ലക്ഷം ആളുകളെ എൻ്റർടൈൻ ചെയ്യിച്ചു. അപ്പോൾ എനിക്ക് ഒരു ഇന്റർവ്യൂവിൽ പോലും ആളുകളെ കയ്യിലെടുക്കാനുള്ള കഴിവുണ്ട് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ വിചാരിക്കുന്നത് അത് സൈക്കോളജി പഠിച്ചതിൻ്റെ ഒരു ഗുണമായിട്ടാണ്. സൈക്കോളജിക്കൽ ആംഗിൾ ഈ എന്റർടൈൻ ചെയ്യാനായിട്ടാണോ സിനിമയിൽ കൂടുതൽ നായികമാരെ ഉൾപ്പെടുത്തിയത്? ഒരിക്കലല്ല. ഞാൻ പറയട്ടെ, മലയാള സിനിമയിൽ നായികമാരുടെ ദാരിദ്ര്യമുണ്ട്. അപ്പോൾ അത് എന്നാൽ എൻ്റെ ഇപ്പോൾ 2ാമത്തെ സിനിമയായ ജിത്തുബായ് എന്ന ചോക്ലേറ്റ് ബോയ്, 3ാമത്തെ സിനിമയായ കാളിദാസൻ കവിത എഴുതുകയാണ്. യഥാർത്ഥത്തിൽ 2ാമത്തെ സിനിമയായിരുന്നു കാളിദാസൻ കവിത എഴുതുകയാണ് ഞാൻ പറഞ്ഞിരുന്നത്. പക്ഷേ ഒരു ബൈ ചാൻസ് ഇതൊക്കെ ആരാധകരാണ് ഈ കാര്യങ്ങളൊക്കെ മാറ്റിയത്. ഞാനൊരു ഇൻ്റർവ്യൂവിൽ പറയണ്ടായി 2ാമത്തെ സിനിമ കാളിദാസൻ കവിത എഴുതാൻ അതിൻ്റെ സ്ക്രിപ്റ്റൊക്കെ റെഡിയായിരുന്നു. ഈവൻ ഞാൻ 8 സോങ്ങൊക്കെ റെഡിയാക്കിയിരിക്കുന്ന സമയത്താണ് ഞാൻ ഇൻ്റർവ്യൂ കൊടുത്തത്. ഞാൻ 3ാമത്തെ സിനിമ ജിത്തുബായ് എന്ന ചോക്ലേറ്റ് ബോയ് ഇത് പറഞ്ഞ് അയാൾ പിറ്റേ ദിവസം യൂട്യൂബിൽ ഇട്ടപ്പോഴേക്കും പിറ്റേ ദിവസം മുതൽ വരുന്ന ഫോൺ മുഴുവൻ കാളിദാസിനെ പറ്റിയല്ല ജിത്തുബായ് എന്ന ചോക്ലേറ്റ് ബോയ് പറ്റിയാണ്. ഇതെന്താണ് ആളുകൾ ഇങ്ങനെ ചോദിക്കുന്നത്? എനിക്ക് കൺഫ്യൂഷന്. അങ്ങനെ ആളുകളുടെ നിരന്തരം ഇത് കേട്ടപ്പോഴാണ് ഞാൻ ജിത്തുബായ് എന്ന ചോക്ലേറ്റ് ബോയ് ഫസ്റ്റ് ചെയ്യാൻ നിർത്തുന്നത്. സെക്കൻഡ് വർക്ക് അതൊരു ഇംഗ്ലീഷ് സോങ്ങും ഉണ്ട് അതിൽ. അപ്പോൾ സാറിൻ്റെ സിനിമയിൽ എല്ലാവരും ശ്രദ്ധിച്ച 2 കാര്യങ്ങളാണ്, ഒന്ന് പാട്ട്, ഒന്ന് ഡയലോഗ്. ഇപ്പൊ പാട്ടിനെ കുറിച്ച് പറഞ്ഞാൽ എല്ലാവരും നാവിലുണ്ട് പാട്ട്, പക്ഷെ ഡയലോഗ് സാറിന്റെ ഡയലോഗ് ട്രെയിലർ വന്നതിന് ശേഷം ആളുകൾ കൂടുതൽ ഡയലോഗിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഒരു ഡയലോഗ് താങ്കൾ ഒന്ന് പറയാമോ? ഇപ്പൊ പറയുന്ന മുഴുവൻ അധിക പ്രസംഗം ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സാരമില്ല, ഇന്ന് അധിക പ്രസംഗികൾക്ക് ഇവിടെ നാട്ടിൽ നിൽക്കാൻ പറ്റൂ. അപ്പൊ ഒരു ഡയലോഗ്, താങ്കൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഡയലോഗ്. ഞാൻ എൻ്റെ ഇഷ്ടത്തെക്കാൾ കൂടുതലായിട്ട് എനിക്ക് വരുന്ന ഫോൺ കോളിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. കാരണം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കുറെ ഡയലോഗ്സ് ഉണ്ട്.
ഒരു കോഴിയുടെ നിറം കറുപ്പാണെന്ന് കരുതി അതിടുന്ന മുട്ടയുടെ നിറം കറുപ്പാണെന്നുള്ള അർത്ഥമല്ല. നീ വലിയവനാണെന്ന് കരുതി ഞാൻ ചെറിയവനാണെന്നുള്ള അർത്ഥമല്ല. മുയലെത്ര മുക്കിയാലും ആനയോളം പിണ്ടം ഇടില്ലെന്നാണ്. അതുകൊണ്ട് വീണ്ടും കാണാന്നല്ല, വീണ്ടും കണ്ടിരിക്കുന്നു പറ. ഇങ്ങനത്തെ ഒരു ചെറിയ ഡയലോഗാണ് എന്റെ ഓർമ്മ. മതി സാർ. ഇത് ഈ ഡയലോഗ് ട്രെയിലറിൽ കണ്ട് പലർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പലരും അതിന് ഹിറ്റാണ് ശരിക്കും. അപ്പൊ ഞങ്ങളുടെ പരിപാടിയിലേക്ക് വന്നതിനും ഞങ്ങളോട് ഇത്രയും നേരം സഹകരിച്ചതിനും ഞാൻ പറയുന്നത് ഒക്ടോബർ 14 നമ്മളെ സിനിമ റിലീസ് ചെയ്യുന്നത്. അപ്പൊ അതിനോട് എല്ലാവരും സഹകരിക്കുക. നമ്മുടെ ഫസ്റ്റ് സിനിമയാണ്. തീർച്ചയായിട്ടും പല പരിമിതികളും ഉണ്ടാവും. അതെന്താണെന്നുള്ളത് നമ്മളെ തിരുത്തി, നല്ല ഭാഷയ്ക്ക് നമ്മളെ തിരുത്തി മുന്നോട്ട് കൊണ്ടുപോകണമെന്നും എൻ്റെ ഫോൺ നമ്പർ ഞാൻ കൊടുക്കാം, എല്ലാവർക്കും അറിയാം. എന്നാൽ ഒന്നുകൂടി ഞാൻ തിരിയാണ് 9947725911. അപ്പോൾ ഒരു പുതുമുഖത്തിന് ലഭിക്കാവുന്നതിലേറെ പബ്ലിസിറ്റി ഇതിനോടകം തന്നെ സന്തോഷ് പണ്ഡിറ്റ് സാറിന് ലഭിച്ചു കഴിഞ്ഞു. ഇനിയും അദ്ദേഹത്തിന് ഒരുപാട് ഭാവുകങ്ങൾ നേരുന്നു. താങ്ക് യു. ഗോകുലനാഥനായി കള്ളക്കണ്ണൻ രാധയുമായി വന്നു ചേർന്ന് നിന്നേ, കാളുന്തിയാറ്റിൽ കുളിക്കുന്നേരം ഗോപികമാർ വന്നു കൂട്ടുകൂടി. തന്നന്നൻ താനന്നൻ തന്നാനെ തന്നെ തന്നന്നൻ താനന്നൻ തന്നാനെ തന്നന്നൻ താനന്നൻ തന്നാനെ തന്നെ തന്നന്നൻ താനന്നൻ തന്നാനെ. ഹേയ് അങ്കനവാടിയിലെ ടീച്ചറേ, അങ്കനവാടിയിലെ ടീച്ചറേ, ചക്കരത്തേനൂറും മക്കളെ, ചക്കരത്തേനൂറും മക്കളെ.